ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതയായ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ നീട്ടി മണിക്കൂറുകൾക്കകം തന്നെ വാണിജ്യ കപ്പലുകളെ ഇറാൻ സേന പിടിച്ചെടുത്ത വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നടുക്കമുണ്ടാക്കിയിരിക്കുന്നു. സമാധാനത്തിനായുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രകോപനം മിഡിൽ ഈസ്റ്റിലെ സമാധാന നീക്കങ്ങളെ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. അതിവേഗം പായുന്ന സായുധ ബോട്ടുകളിലെത്തിയ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡോകൾ MSC ഫ്രാൻസിസ്ക, എപ്പാമിനോണ്ടസ് എന്നീ രണ്ട് കൂറ്റൻ വാണിജ്യ കപ്പലുകളാണ് ബലം പ്രയോഗിച്ച് നിയന്ത്രണത്തിലാക്കിയത്. ലൈബീരിയൻ, പനാമ പതാകകളുമായി സഞ്ചരിച്ചിരുന്ന ഈ കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന വെടിയുതിർത്തതായും റിപ്പോർട്ടുകളുണ്ട്. കപ്പലിന്റെ ബ്രിഡ്ജ് ഭാഗത്തിന് ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ കപ്പലുകൾ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചുവെന്നും നാവിഗേഷൻ സംവിധാനങ്ങളിൽ കൃത്രിമം കാട്ടിയെന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഇത് വെറും ഒരു സാങ്കേതിക പ്രശ്നമല്ലെന്നും ട്രംപ് ഭരണകൂടത്തോടുള്ള കടുത്ത വെല്ലുവിളിയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ തുറമുഖങ്ങൾ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ ഉപരോധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ഉപരോധം ഇറാന്റെ എണ്ണ കയറ്റുമതിയെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. തങ്ങളുടെ എണ്ണ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളെ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ അനുവദിക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗമായാണ് ഈ പുതിയ നീക്കം. ഇത് ആഗോള എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആയുധധാരികളായ സൈനികർ ഹെലികോപ്റ്ററുകളിൽ നിന്നും ബോട്ടുകളിൽ നിന്നും കപ്പലിലേക്ക് ചാടിയിറങ്ങുന്നത് അതീവ ഭയാനകമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധ പോലും വലിയൊരു രക്തച്ചൊരിച്ചിലിന് കാരണമായേക്കാം. സമാധാനത്തിന് അവസരം നൽകുന്നു എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ സൈനിക വിഭാഗമായ IRGC തങ്ങളുടെ തനത് ശൈലിയിലുള്ള ആക്രമണോത്സുകത തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോൾ ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇൻഷുറൻസ് തുക വർദ്ധിച്ചതും സുരക്ഷാ ഭീഷണിയും കാരണം പല കമ്പനികളും ഈ പാത ഒഴിവാക്കാൻ നിർബന്ധിതരാകുന്നു. ഇത് ചരക്ക് നീക്കത്തെ ബാധിക്കുകയും ആഗോളതലത്തിൽ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. ഇറാൻ ഭരണകൂടത്തിലെ ഭിന്നതകളും ഈ സംഭവത്തോടെ പുറത്തു വരുന്നുണ്ട്. സമാധാന ചർച്ചകളിൽ താല്പര്യമുള്ള പ്രായോഗികവാദികളെ വെട്ടിച്ച് വിപ്ലവ ഗാർഡുകൾ സ്വന്തം നിലയ്ക്ക് ഇത്തരം സൈനിക നടപടികൾ സ്വീകരിക്കുന്നത് ട്രംപിനെ പ്രകോപിപ്പിക്കാനാണ്. ട്രംപ് ഭരണകൂടം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഉപരോധം പിൻവലിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. നാവിക ഉപരോധം തുടരുന്നതിനിടയിൽ ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ വെറും തമാശയാണെന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ പ്രതികരിച്ചത്. തുറമുഖങ്ങൾ അടച്ചുപൂട്ടുന്നത് തന്നെ യുദ്ധപ്രഖ്യാപനമാണെന്നാണ് അവർ വാദിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് ഒരു പ്രതിരോധ നടപടിയായിട്ടാണ് ഇറാൻ ചിത്രീകരിക്കുന്നത്. എന്നാൽ അന്താരാഷ്ട്ര സമൂഹം ഇതിനെ കടൽ കൊള്ളയായും നഗ്നമായ നിയമലംഘനമായും കാണുന്നു. അമേരിക്കൻ നാവികസേന ഈ സംഭവത്തിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് മുതിർന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. യുദ്ധം ഒഴിവാക്കാൻ ട്രംപ് നൽകിയ നിർദ്ദേശമാണ് ഇതിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ സംയമനം ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ കൺമുൻപിൽ കപ്പലുകൾ തട്ടിക്കൊണ്ടുപോകുമ്പോൾ അമേരിക്ക നോക്കി നിൽക്കുന്നത് വൈറ്റ് ഹൌസിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ സായുധ സംഘർഷങ്ങൾ ഉണ്ടായേക്കാം. ഇറാന്റെ പക്കലുള്ള ചെറിയ ഗൺബോട്ടുകളെ നേരിടാൻ വമ്പൻ യുദ്ധക്കപ്പലുകൾക്ക് പരിമിതികളുണ്ട്. ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ഭീഷണിയും നിലനിൽക്കുന്നതിനാൽ അമേരിക്കൻ സൈന്യം അതീവ ജാഗ്രതയിലാണ്. സമാധാനത്തിനായുള്ള പാതയിൽ ഇത്രയും വലിയൊരു തടസ്സം രൂപപ്പെട്ടത് മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നു. ട്രംപ് നൽകിയ ബ്രേക്ക് ഇറാൻ തങ്ങൾക്ക് അനുകൂലമായ ഒരു തന്ത്രപരമായ ഇടവേളയായിട്ടാണ് ഉപയോഗിക്കുന്നത്. സമാധാനം എന്നതിനേക്കാൾ ഉപരിയായി അന്താരാഷ്ട്ര സമൂഹത്തെ സമ്മർദ്ദത്തിലാക്കി ഉപരോധം നീക്കം ചെയ്യിക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ഹോർമുസ് കടലിടുക്കിലെ അശാന്തമായ തിരമാലകൾക്കിടയിൽ സമാധാന ചർച്ചകൾ മുങ്ങിപ്പോകുമോ എന്നാണ് ഇപ്പോൾ ലോകം ഭയപ്പെടുന്നത്. ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾ അഗ്നി പരീക്ഷ നേരിടുന്ന നിമിഷമാണിത്.